ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കുക്കിങ്ങും ഫുഡും എല്ലാം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കോംബോ എന്നിട്ടാണ് കാണിക്കാൻ പോകുന്നത്. ഒരു അടിപൊളി ഹോം മെയ്ഡ് ബട്ടർ നാനും പിന്നെ നോർത്ത് ഇന്ത്യൻ ധാബ സ്റ്റൈൽ ചിക്കൻ കറിയാണ് എന്നിട്ടാ. ഇത് രണ്ടും സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നോക്കാം. ആദ്യം തന്നെ ബട്ടർ നാനിൻ്റെ റെസിപ്പി നോക്കാം. ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു കപ്പ് പാല് ഞാൻ ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയെടുത്തേനെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കപ്പ് പാലല്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് എടുത്താലും പ്രശ്നമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് പഞ്ചസാര, പിന്നെ വേണ്ടത് 50 ഗ്രാം ബട്ടറാണ്. ബട്ടർ കുറച്ച് കുറഞ്ഞു പോയാലൊന്നും കുഴപ്പമില്ല, എന്നാലും ഈ ഒരു അളവിൽ ഉണ്ടാക്കുമ്പോൾ 50 ഗ്രാമെങ്കിലും ബട്ടർ എടുക്കണം. അതാണ് ഇതിന് കൂടുതലൊരു ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു ബട്ടർ നാനില്ലേ നിങ്ങൾ ഒരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെയും ഉണ്ടാക്കി കഴിച്ചുകൊണ്ട് നിൽക്കും, അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ബട്ടർ ആ ലൈറ്റായിട്ടുള്ള ചൂടുള്ള പാലല്ലേ, അപ്പോൾ ആ ചൂടിൽ കിടന്നിട്ട് ഒന്നങ്ങ് മെൽട്ടായിക്കോളും. പക്ഷേങ്കിൽ പാലിൻ്റെ ചൂട് പോകുന്നതിന് മുന്നേ നമുക്ക് മാവ് കുഴച്ചെടുക്കണം. ബട്ടർ മെൽട്ടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്താൽ പാലിൻ്റെ ചൂട് പോയി പോട്ടാ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് 1.5 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ എടുക്കുന്നത്. ഡ്രൈഡ് ഈസ്റ്റ് ആയാലും മറ്റേ കുരു പോലത്തെ ഈസ്റ്റ് ആയാലും കുഴപ്പമില്ല, 1.5 ടീസ്പൂണിന് എടുത്താൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. ഇത് നിർബന്ധമില്ല, നമ്മൾ കേക്കെല്ലാം ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ബേക്കിംഗ് പൗഡർ. ഇത് എക്സ്ട്രാ സോഫ്റ്റിന് വേണ്ടിയിട്ട് ഇടുന്നതാണ്. ഇതില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക, ഒരു പ്രശ്നമില്ല കേട്ടോ. 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഉണ്ടെങ്കിൽ ഇടുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിട്ട പഞ്ചസാരയും ഉപ്പും ഈസ്റ്റും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അലിയിച്ചെടുത്താൽ മതി. ഒരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് 3 കപ്പ് മൈദ ഇടുക. 1 കപ്പ് പാലല്ലേ ഞാൻ എടുത്തത്, ആ 1 കപ്പ് പാലിലേക്ക് 3 കപ്പ് മൈദ കറക്റ്റ് അളവായിരിക്കും കേട്ടോ. വേണമെങ്കിൽ കുറച്ച് കൂടിയോ കുറഞ്ഞോ ഇരിക്കും, ചില മൈദൻ്റെ വ്യത്യാസമെല്ലാം പോലെ ഉണ്ടാവും. പക്ഷേങ്കിൽ ഈ ഒരു അളവ് കറക്റ്റായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഈ ബൗളിൽ വെച്ചിട്ട് മൊത്തം ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ലോണം ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഒരു 2-3 മിനിറ്റെങ്കിലും നല്ല സോഫ്റ്റാകുന്ന വരെ കുഴച്ചെടുക്കുക. അങ്ങനെ സോഫ്റ്റ് ആക്കിയിട്ട് മാവ് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിന് പൊങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇത് പൊങ്ങാൻ വേണ്ടി വെക്കുന്നതിന് മുന്നേ തന്നെ കുറച്ച് ഒന്ന് ഓയിൽ, സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ പാം ഓയിലോ ഏതെങ്കിലും ഓയിൽ ഒന്നിൻ്റെ പുറമേ മൊത്തത്തിലൊന്ന് കവർ ചെയ്തിട്ട് വേണം അടച്ചു വെക്കാൻ. സോഫ്റ്റ് ആവാനും ഡ്രൈ ആവാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇത് എയർ കടക്കാത്ത രീതിയിൽ നന്നായിട്ട് കവർ ചെയ്ത് വെക്കുക. ഒന്നെങ്കിൽ ഒരു തുണി നനച്ചിട്ട് കവർ ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ ക്ലിംഗ് റാപ്പ് ചെയ്തിട്ട് വെക്കുക. 1 മണിക്കൂർ ടു 2 മണിക്കൂർ കൊണ്ട് തന്നെ നല്ലോണം പൊങ്ങി വരും. അപ്പോൾ ഇത് പൊങ്ങി വരുന്ന ഇടയിൽ നമുക്ക് വേണമെങ്കിൽ കറിയെല്ലാം റെഡിയാക്കാം. ഞാൻ അങ്ങനെ ചെയ്തിന്, പക്ഷേ കറിൻ്റെ റെസിപ്പി കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാട്ടോ. എനിക്ക് കൺഫ്യൂഷൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മൊത്തത്തിൽ ഒരുമിച്ചിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ 1.5 മണിക്കൂർ വെച്ചിന്. അപ്പോഴത്തേക്ക് നല്ല ഡബിൾ സൈസിനേക്കാളും കൂടുതൽ സൈസായിട്ട് വന്നതിന്. ഇനി അതിൻ്റെ എയർ ബബിളെല്ലാം ഒന്ന് കളഞ്ഞിട്ട് ഇതേപോലെ ഓരോരോ ബോൾസ് ആക്കിയിട്ട് എടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു ബോളാക്കി എടുക്കുമ്പോൾ ബാക്കിയുള്ള മാവ് അടച്ച് വെക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ ആയി പോവും. ഇതുപോലത്തെ എന്തായിട്ട് ഉണ്ടാക്കുമ്പോൾ മാവ് നമ്മൾ അടച്ച് വെക്കണം, അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് മാവിൻ്റെ പുറമെ വിള്ളലെല്ലാം വന്നു പോകും. അതുകൊണ്ട് ഇതുപോലെ ആ റാപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ അടച്ച് വെച്ച് കൊടുത്താൽ മതി. ഇനി ഇത് പരത്തണം. ഞാനിപ്പോൾ കുറച്ച് വലിയ ബോൾസാക്കി എടുത്തിട്ട് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ബോൾ എടുത്തിട്ട് നീളത്തിൽ പരത്തിയെടുക്കുക. നാനിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഷേപ്പിൽ പരത്തിയെടുക്കുക. പക്ഷേ റൗണ്ടിൽ പരത്തിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു ലുക്കിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ കുറച്ച് വലിയ സൈസിൽ ബോൾ എടുത്തിട്ട് പരത്തി മുറിച്ചെടുക്കുക. ഇത് കണ്ട നല്ല നൈസായിട്ടല്ല, കുറച്ച് കട്ടിയിൽ തന്നെ വേണം കേട്ടോ. എന്നാൽ നമ്മൾ കുബൂസിൻ്റെ അത്രയും കട്ടി വേണമെന്നില്ല, ചപ്പാത്തിനേക്കാളും കട്ടി വേണം. അപ്പോൾ ആ ഒരു രീതിയിൽ പരത്തിയിട്ട് ഇതേപോലെ 2ആയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക. ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം പരത്തി കുറേ സമയം വെക്കുകയൊന്നും വേണ്ട, അപ്പോഴേ നമുക്ക് ചുട്ടെടുക്കാം. ഒരു പാന് നല്ലോണം ചൂടായി കഴിഞ്ഞാൽ അത് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. തീ നന്നായി കുറച്ച് വിടണ്ട, എന്നാൽ നല്ല ഹൈ ഫ്ലെയിമിലും വെക്കണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുക്കുക. ആദ്യം ഒരു സൈഡ് ഇതേപോലെ കുഞ്ഞു ബബിൾസ് വരുന്ന ടൈമിൽ മറിച്ചിട്ട് കൊടുക്കുക. ഇനി ഇത് മറിച്ചിട്ട് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് ഇതേപോലെ ഒരു പീസ് ബട്ടർ എടുത്തിട്ട് കുറച്ചൊന്ന് അപ്ലാക്കി കൊടുക്കുക. ഇത് നിർബന്ധമില്ല, ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്, അല്ലെങ്കിൽ ലാസ്റ്റ് മാത്രം ആക്കിയാൽ മതി. ഇങ്ങനെ ആക്കുന്നില്ലെങ്കിൽ എപ്പോൾ ആക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ ചെയ്താൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടുതലുണ്ടാവും. പക്ഷേ കൂടുതൽ ബട്ടറൊന്നും വേണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇതാ ഞാൻ അപ്പുറത്തെ സൈഡിലും കുറച്ചൊന്ന് ബട്ടർ
അപ്ലൈ ആക്കി കൊടുക്കുന്നുണ്ട്. ഇത് മീഡിയം ഫ്ലെയിമിലിട്ടാൽ ഒരു 2-3 പ്രാവശ്യം തിരിച്ചിടുമ്പോൾ തന്നെ കളറെല്ലാം ഒന്ന് ചേഞ്ചായി ഇത് കുക്കായി വന്നോളൂ കേട്ടോ. കുറച്ചും കൂടി ഒന്ന് സൈസെല്ലാം വലുതാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് മൊത്തത്തിൽ ചുട്ടെടുക്കുക. ഇത് ചൂടോടെ സെർവ് ചെയ്യുന്ന ഏറ്റവും നല്ല, നമ്മൾ കഴിക്കാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ ചുട്ടെടുത്താൽ മതി. മാവെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഇത് ബട്ടർ ഇടയ്ക്കൊന്നും ആക്കുന്നില്ലെങ്കിൽ ഇതേപോലെ ലാസ്റ്റ് ചുട്ടെടുത്ത് കഴിഞ്ഞാൽ സെർവ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ കുറച്ച് ബട്ടറാക്കി അതിൻ്റെ മേലെ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കി ഉള്ളത് ചുടാനുണ്ട്. പിന്നെ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു നോർത്ത് ഇന്ത്യൻ ധാബ സ്റ്റൈൽ ചിക്കൻ കറി ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ചിക്കൻ കറി റെസിപ്പി കാണുന്നതിന് മുന്നേ നമുക്കൊരു കാര്യങ്ങളുമായിട്ട് ഷെയർ ആക്കാനുണ്ട് കേട്ടോ. അത് കണ്ടിട്ട് നമുക്ക് ചിക്കൻ കറി കാണാം. നെക്സ്റ്റ് റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളെ വ്യൂവേഴ്സിനുള്ള കുറേ ആൾക്കാർ ചോദിച്ചിട്ടുള്ള കുറേ ഡൗട്ട്സും കാര്യങ്ങളെല്ലാം ഒന്ന് ക്ലിയർ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ച്. കാര്യം ഞാൻ ഒരുപാട് വ്ളോഗ്സിൽ ആൽബിഡോ ഓൺലൈൻ ട്യൂഷൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നല്ലതാണ്, നല്ല ക്ലാസ് ആണ്, കുട്ടികൾക്ക് അഡ്മിഷൻ എടുത്താൽ അവർക്ക് എന്തായാലും ബെനിഫിറ്റ് ഉണ്ടാവും എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഒരുപാട് ഡൗട്ടും അല്ലെങ്കിൽ ഈ ഞാൻ ക്ലിയർ ചെയ്തതാണെങ്കിലും പിന്നെയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കലുണ്ട്. ആൽബിഡോ വർത്താണോ, അഡ്മിഷൻ എടുത്താൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് അഡ്മിഷൻ എടുത്താൽ അത് യൂസ്ഫുൾ ആവോ കുട്ടികൾക്ക് എന്നെല്ലാം ചോദിച്ചിട്ട്. അപ്പം ഞാൻ ആദ്യം തന്നെ കുറച്ച് പാരൻസിൻ്റെ ഫീഡ്ബാക്ക് ഇതിൽ കാണിക്കാം. ആൾക്കിപ്പോൾ നല്ല ചേഞ്ച് ഉണ്ട്, നല്ല മാറ്റമായിട്ട് വന്നിട്ടുണ്ട്. ആളിപ്പോൾ ബേസിക്സ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നല്ല ട്രബിളായിരുന്നു. ഇപ്പോൾ ഒന്നുകൂടെയൊക്കെ ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ക്ലാസ്സസ് ആണ്. ഒന്നാമത് മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഒന്നുകൂടെയൊക്കെ ഓക്കെ ആയത്. ആൾക്ക് നല്ല മടിയായിരുന്നു. ഇപ്പോൾ ക്ലാസ്സസൊക്കെ നല്ല എൻജോയ് ചെയ്ത് പോകുന്നുണ്ട്. ആൾ ഓക്കെ ആയിട്ടുണ്ട്. നല്ല ക്ലാസ്സസ് ആണ് കേട്ടോ. അവൻ്റെ ക്ലാസ് നല്ല രീതിക്ക് തന്നെ പോകുന്നുണ്ട്. ടീച്ചർ നന്നായിട്ട് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ക്ലാസ് ടൈമിൽ തന്നെ അവൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ തറവായിട്ട് പഠിച്ചു തന്നെ പോകുന്നുണ്ട്. അവന് ടീച്ചറിനെ ഇഷ്ടമാണ്. അവന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വേഗം ഗ്രാസ്പ് ചെയ്യാനും പറ്റുന്നുണ്ട്. നല്ല രീതിക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് കേട്ടോ. നല്ല ടീച്ചറും നല്ല ക്ലാസ്സുമാണ്. ഞാൻ 1-2 ഫീഡ്ബാക്ക്സ് ഇതിൽ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി, അപ്പോൾ ഇവർ പറയുന്ന പോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ഓൺലൈൻ ട്യൂഷൻ, ആൽബിഡോയിൽ ഓൺലൈൻ ട്യൂഷൻ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും കുട്ടികൾക്ക് അതിനുള്ള റിസൾട്ട് കാണാനുണ്ടാവും. അപ്പോൾ ആൽബിഡോയിൽ കിൻഡർഗാർഡൻ തൊട്ടിട്ട് +2 വരെയുള്ള കുട്ടികൾക്ക് ഓൺലൈൻ ട്യൂഷൻസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കിൻഡർഗാർഡൻ എന്നെല്ലാം പറഞ്ഞാൽ ഇപ്പം ഗൾഫിലുള്ള കുട്ടികൾക്കെല്ലാം ആണെങ്കിൽ നിങ്ങൾ LKG UKG എല്ലാം ആൽബിഡോയിൽ പഠിക്കുകയാണെങ്കിൽ അവർ വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് തരും. പിന്നെ 1ാം ക്ലാസ്സിലേക്ക് സ്കൂളിലെല്ലാം ആക്കാം. കാര്യം അടുത്തൊന്നും സ്കൂളില്ല, അങ്ങനത്തെ പ്രോബ്ലം ആണെങ്കിൽ. പിന്നെ +2 വരെയുള്ള കുട്ടികൾക്ക് അക്കാദമിക് ബേസിലുള്ളതുകൊണ്ട് പിന്നെ ഓരോ സബ്ജക്റ്റ് ബേസിലുള്ളത്, ഇപ്പോൾ ഇംഗ്ലീഷ്, അറബി, മലയാളം, അതുപോലെ ഓരോരോ സബ്ജക്റ്റിൽ ബാക്കോട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ അല്ലെങ്കിൽ മാത്സിൽ ബാക്കോട്ടുള്ള കുട്ടികൾക്കാണെങ്കിലെല്ലാം അങ്ങനെ ബേസിലുള്ള ക്ലാസ്സസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇവർ വെറുതെ അങ്ങ് ക്ലാസ് എടുത്ത് പോവുക അല്ലെങ്കിൽ ഹോംവർക്ക് മാത്രം ചെയ്യിപ്പിക്കുക അങ്ങനെയൊന്നുമല്ല. കൺസെപ്റ്റ് ബേസിൽ കുട്ടികൾക്ക് എടുക്കുന്ന സബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ എടുക്കുന്ന ഓരോരോ ചാപ്റ്ററിൻ്റെയും കൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് അവർ പഠിപ്പിച്ചു കൊടുക്കും. പിന്നെ ടീച്ചറിന് മാത്രമല്ല, ഒരു പേഴ്സണൽ മെൻറ്റർ ഉണ്ടാവും അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സും ട്രെയിനേഴ്സും എല്ലാം അവരെ. പിന്നെ നിങ്ങൾക്ക് പറ്റുന്ന ഒരു ടൈമിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. എക്സാമിൻ്റെ തൊട്ട് മുന്നേ ഒന്നുമല്ല നമ്മൾ ഒരിക്കലും കുട്ടികൾക്ക് ട്യൂഷൻ കൊടുക്കേണ്ടത്. ഒരു ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ട്യൂഷൻ കൊടുത്ത് തുടങ്ങണം. അങ്ങനെ ആകുമ്പോൾ എക്സാമെല്ലാം ആകുമ്പോഴത്തേക്ക് അവർക്ക് നല്ല ഈസി ആവും. അല്ലെങ്കിൽ എക്സാമിൻ്റെ 1-2 ആഴ്ച മുന്നേ എല്ലാം ട്യൂഷൻ കൊടുത്ത് പെട്ടെന്ന് പഠിപ്പിക്കുക അങ്ങനെയെല്ലാം ആകുമ്പോൾ കുട്ടികൾക്കും ടെൻഷനാണ്, നമ്മൾക്കും ടെൻഷനാണ്. അതുകൊണ്ട് നമ്മളെ കുട്ടികളെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലെല്ലാം ബാക്കോട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ലാംഗ്വേജിൽ ബാക്കോട്ട് ഉണ്ടെങ്കിൽ അവർക്ക് ട്യൂഷൻ കൊടുത്ത് അവരെ ബേസ് ക്ലിയർ ആക്കുക. അപ്പോൾ നിങ്ങൾ ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് റെസിപ്പി കാണാം. അപ്പോൾ ഇനി ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 800 ഗ്രാം ചിക്കൻ എടുത്തത്. 1 കിലോ ഇല്ല, 800 ഗ്രാമുള്ള ചെറിയൊരു ചിക്കനാണ് കേട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ നിങ്ങൾ 1 കിലോ ആ ഒരു അളവിൽ കണക്ക് കൂട്ടിയാൽ മതി. അപ്പോൾ ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക, വലിയ പീസാക്കണ്ട. ഒരു പാൻ വെച്ച് ചൂടാക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ പാം ഓയിൽ എടുക്കുക. പിന്നെ ഇതിൽ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ഒരു ചെറിയ പീസ് ബട്ടർ, അതല്ലെങ്കിൽ നെയ്യില്ലേ, ഗീ ആയാലും എടുക്കുക കേട്ടോ. രണ്ടായാലും പ്രശ്നമില്ല. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കുക. ചൂടാക്കി കഴിഞ്ഞാൽ 1 ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ടിട്ട് ഒന്ന് പൊട്ടിക്കുക. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ ഞാനിത് ഒരു 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും ഒരു 10 അല്ലി വെളുത്തുള്ളിയും കൂടിയിട്ട് ചതച്ച് വെച്ചതാണ് കേട്ടോ. ഇത് രണ്ടും കൂടി ചതച്ച് കഴിഞ്ഞാൽ ഒരു 1-1.5 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അതിലേക്ക് ഇട്ട് കൊടുക്കുക. ആദ്യം ഈ ബട്ടറിലും ഓയിലും കിടന്നിട്ട് വെളുത്തുള്ളി ഇഞ്ചിയും ഒന്ന് മുരിച്ചെടുക്കണം. നല്ല കളറ് മാറണ്ട. ഈ ഒരു സമയത്ത് നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. ജീരകത്തിൻ്റെയും എല്ലാത്തിൻ്റെയും നല്ല ഫ്ലേവറുള്ളൊരു കറിയായത്. ഈ ടൈമിൽ നമുക്ക് ആദ്യം തന്നെ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം.
ഞാനിതിപ്പം ഇതിൻ്റെ ലെഗെല്ലാം മുഴുവനായിട്ട് എടുത്ത് ചിക്കൻ്റെ കാലെല്ലാം മുഴുവനായിട്ട് എടുത്തതിന് ചെറിയ ചിക്കൻ ആയതുകൊണ്ട് 800 ഗ്രാം മാത്രം ഉള്ളതായതുകൊണ്ട് ഇതിൽ വലിയ ചിക്കൻ എടുക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ടാക്കി എടുത്താൽ മതി കേട്ടോ. ആദ്യം തന്നെ ചിക്കൻ ഈ ഓയിലിൽ കിടന്നിട്ട് ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. പക്ഷേങ്കിൽ വെളുത്തുള്ളി ഇഞ്ചിയും കരിഞ്ഞു പോകാണ്ട് നോക്കണം കേട്ടോ. 1-2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കഴിയുമ്പോൾ ചിക്കൻ്റെ കളറൊന്ന് മാറും, ഒരു വൈറ്റ് കളറിലേക്ക് മാറും. ആ ടൈമിൽ 2 പച്ചമുളക് കട്ട് ചെയ്തിട്ടിടുക. പിന്നെ വേണ്ടത് 2 മീഡിയം സൈസിലുള്ള സവാള നൈസായിട്ട് സ്ലൈസ് ചെയ്തതാണ് കേട്ടോ, കട്ടിയില്ലാണ്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇനി ഈ ടൈമിൽ നമുക്ക് മസാല പൗഡേഴ്സ് എല്ലാം ചേർക്കാം. 2 ടീസ്പൂണ് മല്ലിപ്പൊടി, 2 ടീസ്പൂണ് മുളക് പൊടി, ഞാൻ ടീസ്പൂണ് ചെറിയ സ്പൂണിൻ്റെ അളവാന്നിട്ടാണ് പറയുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂണ് ചിക്കൻ മസാല ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ചിക്കൻ മസാല. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ ഉപ്പിട്ടാണ് ഈ കറിയിൽ മൊത്തത്തിൽ ആ ഉപ്പ് തന്നെ മതിയാവും. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടിയിട്ടൊന്ന് ഇളക്കാം. മസാലേൻ്റെ പച്ചമണം മാറുന്ന വരെ നല്ലൊരു സ്മെല്ല് വരുന്ന ഒരു 10-30 സെക്കൻഡ് ഒന്ന് ഇളക്കിയാൽ മതി. അപ്പോൾ ഇതേണ്ട ഇതേപോലെ മൊത്തത്തിൽ ചിക്കനിൽ മസാലയെല്ലാം കോട്ടായിട്ടുണ്ടാവും. ഈ ടൈമിൽ നമുക്ക് തക്കാളി ഇടാം. തക്കാളി ഞാനിപ്പോൾ മിക്സ് ചെയ്യുന്നില്ല. പിന്നെ സൈഡിലൂടെ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഞാൻ ചിക്കൻ്റെ മേലിലേക്ക് വെള്ളം ഒഴിക്കാഞ്ഞ് ആ ചിക്കനിൽ മസാലയെല്ലാം കോട്ടായിട്ടുള്ള അത് കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ അടച്ച് വെക്കുക. അതിൽ നിന്ന് നല്ലോണം തിളച്ച് ചിക്കൻ കുക്കാവുകയും ചെയ്യും. ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. ചിക്കൻ ഏകദേശം കുക്കായി വരും കേട്ടോ, ചെറിയ ചെറിയ പീസല്ലേ. അപ്പോൾ 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ ഇതേപോലെ ഓയിലെല്ലാം തെളിഞ്ഞ് വന്നേനെ. ഇനിയിപ്പോൾ ഇത് മിക്സ് ചെയ്യുന്നതിന് മുന്നേ ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പോളം കട്ടത്തൈര. നല്ല പുളിയുള്ള തൈര് എടുക്കണ്ട, കട്ടത്തൈര് എടുത്താൽ മതി കേട്ടോ. അത് ഇങ്ങനെ അതിൻ്റെ കട്ട അടച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബീറ്റ് ചെയ്തേ. അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കറിക്ക് നല്ലൊരു ടെക്സ്ചറും നല്ല ടേസ്റ്റും കിട്ടും. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലേക്ക് ഒരു കൈപ്പിടിയിൽ നിറച്ചും കുറച്ച് അധികം തന്നെ എടുക്കണം മല്ലിയില ഇടുക. ഇതിൻ്റെ എല്ലാം ഫ്ലേവറാണ് ഈ കറിയിൽ മുന്നിട്ട് നിൽക്കുക. പിന്നെ വേണ്ടത് കസൂരി മേത്തി. കസൂരി മേത്തി ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക, പക്ഷേങ്കിൽ അടിപൊളി ഫ്ലേവർ ആയിരിക്കും കസൂരി മേത്തി ഉണ്ടെങ്കിൽ. അപ്പോൾ 1 ടേബിൾ സ്പൂണോളം കസൂരി മേത്തി. ഞാൻ ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് അതില്ലയെന്ന് വിചാരിച്ച് ഈ കറി ട്രൈ ചെയ്യാണ്ട് നിൽക്കണ്ട. അപ്പോൾ ഉണ്ടെങ്കിൽ ഇട്ടിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ എല്ലാം കൂടി മിക്സ് ആക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലുണ്ടാവും. ഇനിയിപ്പോൾ ഇതൊരു 3-4 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിക്കണം. നമ്മൾ ഒഴിച്ച തൈരും കട്ടത്തൈരും കസൂരി മേത്തിയും മല്ലിയിലയും എല്ലാം കൂടി ഫ്ലേവറിൽ ഒന്നുകൂടി ചിക്കനിൽ ഫ്ലേവർ നല്ലോണം ഇറങ്ങണം. അതുകൊണ്ട് 2-3 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് അടച്ച് വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കറി റെഡിയായി. ഇത് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് വെക്കുമ്പോൾ തന്നെ ഒന്നും കൂടി കുറുകി വരും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ ഒരു സ്റ്റേജിൽ ഓഫാക്കല. ഇതേണ്ട മേലെ ഓയിലെല്ലാം തെളിഞ്ഞ് വന്ന് നല്ല ടേസ്റ്റുള്ള അടിപൊളി ഗ്രേവിയും ചിക്കനിൽ നല്ല മസാലയെല്ലാം പിടിച്ചിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ കറിയെല്ലാം ഇഷ്ടപ്പെടുന്നവർ മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ രണ്ട് ഐറ്റത്തിൻ്റെ കോമ്പിനേഷൻ ഒരു രക്ഷയില്ല. അപ്പോൾ ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാ ഇനിയും പുതിയ റെസിപ്പീസും വ്ളോഗ്സും എല്ലായിട്ട് കാണാം. താങ്ക് യു, ബൈ.